ഡോക്ടറായ കാലം മുതൽ തന്നെ കാണുന്നവരെല്ലാം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, എങ്ങനെയായി ഡോക്ടറായത്? പണ്ട് തൊട്ടേ ഡോക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം. എന്നാ ഡോക്ടറാകാൻ തീരുമാനിച്ചത്? ഈ ചോദ്യം കേട്ട് മടുത്തെങ്കിലും കൃത്യമായ ഒരു ഉത്തരം അറിയാത്തതുകൊണ്ടും ഓർമ്മയില്ലാത്തതുകൊണ്ടും അതങ്ങനെ അങ്ങ് സംഭവിച്ചു എന്നുള്ള ഒരു അഴകുഴമ്പം മറുപടി പറഞ്ഞ് ഒഴുക്കം മട്ടി ഒഴുകി അങ്ങ് രക്ഷപ്പെടാറാ പതിവ്. എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവും തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാലും മലയാളിയുടെ ഡോക്ടർ പ്രേമം ഇതുവരെയും മാറിയിട്ടില്ല. 1,00,000 പേരാ ഓരോ വർഷവും നീറ്റ് UG എഴുതി വരുന്നത്. എന്നാൽ ഈ പ്രൊഫഷനിൽ എടുക്കുന്ന കഷ്ടപ്പാടിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ള സത്യം ഒരു യൂട്യൂബർ വിളിച്ചു പറഞ്ഞപ്പോൾ അവരെ താറടിക്കാനും അവരെ എയറിലാക്കാനും നക്കാപ്പിച്ച എന്നൊരു വാക്ക് പറഞ്ഞത് മാത്രം കയറി പിടിക്കാനും മാത്രമാണ് ആൾക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും കൊള്ളാവുന്ന പ്രൊഫഷൻ എന്നോ ഇപ്പോൾ ഈ പ്രൊഫഷൻ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നോ രണ്ട് എക്സ്ട്രീമിലുള്ള ചർച്ചകൾ നല്ല സജീവമായിട്ട് നടക്കുന്ന സമയം. ഇതൊന്നുമല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതോ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ കീറി മുറിച്ച് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ, മറിച്ച് ഒരു ലൈറ്റർ ആസ്പെക്റ്റിൽ ഇതിലേക്ക് ആൾക്കാരെ ഇപ്പോഴും ആകർഷിക്കുന്ന കൗതുകകരമായ ഒരു സ്വല്പ രസകരമായ ഒരു കാര്യം ഒന്ന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് സിനിമയും സീരീസും ഒക്കെയാണ്. പണ്ട് ഡോക്ടറാകാൻ ചിലരെങ്കിലും പ്രേരിപ്പിച്ചത് സിനിമയിലെ ചില നായകന്മാരുടെ ഡോക്ടർ റോളുകളാണെങ്കിൽ ഇന്നത് സീരീസിന് വഴിമാറിയെന്ന് മാത്രം. സീരീസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സീരീസുകൾ തന്നെ, അതും കൊടികെട്ടിയ ഡോക്ടർ ഹൗസ്, ER, ദ ഗുഡ് ഡോക്ടർ, അങ്ങനെ കുറേ വളരെ പോപ്പുലറായ വെസ്റ്റേൺ സീരീസ് യാഥാർത്ഥ്യത്തിൽ നിന്ന് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ വല്ലാതെ റൊമാൻറ്റിസൈസ് ചെയ്ത് കാൽപ്പനികത്വം, അതിഭാവുകത്വം ഇതെല്ലാം കുത്തി നിറച്ച കുറേ സീരീസുകളുടെ ആരാധകരായാണ് പല യുവ ഡോക്ടർമാരും ഈ ഒരു ഫീൽഡിലേക്ക് വന്നെത്തുന്നതെന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ നമ്മുടെ സാധാരണ ആശുപത്രികളിൽ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ, യാഥാർത്ഥ്യവും അവർ സീരീസിൽ കണ്ട കാൽപ്പനിക ഭാവവും തമ്മിലുള്ള അന്തരം കാണുമ്പോൾ ഒന്ന് ഞെട്ടിത്തരിച്ച് ഇതല്ലല്ലോടാ, ഇതൊന്നും ഇങ്ങനെ അല്ലല്ലോടാ എന്ന് സുരാജ് പറഞ്ഞതുപോലെ ഒരു വല്ലാത്ത ആലീസ് ഇൻ വണ്ടർലാൻഡിൽ എത്തിയതുപോലെയാണ് പല ഡോക്ടർമാരും. നെഞ്ചിലൊരു കഴപ്പ്, കാലിലൊരു തരിപ്പ്, കൈക്കൊരു പെരുപ്പ്, തീരെ ഉറക്കമില്ല എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് ഇനി വല്ല ഫേറ്റൽ ഫെമിലിയൽ ഇൻസോംനിയ ആണോ സാർ എന്നാണ് അവരാദ്യം ചോദിക്കാറ്. അല്ലെങ്കിൽ ഇത് വോൺ ഹിപ്പൽ ലുണ്ടു സിൻഡ്രോമിൻ്റെ എന്തെങ്കിലും ലക്ഷണമാണോ? ഇത് രണ്ടും ആയിരിക്കില്ല, വല്ല ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത എന്നാൽ സീരീസിൽ എന്നും എല്ലാ എപ്പിസോഡിലും 5 മിനിറ്റിന് 2 തവണ വീതം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഇത്തരം മാരക റെയറസ്റ്റ് ഡിസീസ് കാത്തിരിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരും നമ്മുടെ OPകളിലും അത്യാഹിത വിഭാഗത്തിലും. ഇംഗ്ലീഷ് സീരീസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് ക്വാരടിയാക്കി കോപ്പി അടിച്ച് തമിഴിലും ഹിന്ദിയിലും ഇറക്കിയ ചില സീരീസ്, എൻ്റെ ദൈവമേ, ഇതിലും ഭേദം ചന്ദനമഴയായിരുന്നു. സീരീസ് കണ്ടു വന്നവരെ നമ്മൾ അപ്പാടെ പുച്ഛിക്കുകയൊന്നുമല്ല. കാരണം ദിസ് ഈസ് എ ക്ലിയർ കട്ട് കേസ് ഓഫ് ഫ്രാക്ചേർഡ് ഫോർത്ത് റൈറ്റ് റിബ് പിയേഴ്സിങ് ഇൻ ടു ദ ലങ്സ് ആൻഡ് കോസിങ് ഹെമറേജ്. ഇതെങ്ങനെ നിങ്ങൾ മിസ് ചെയ്തു ജൂനിയർ ഡോക്ടർ? ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. നിർണയം, മോഹൻലാൽ, ഓർമ്മയില്ലേ? രോമാഞ്ചം. കാരണം ഇതൊക്കെ കണ്ടാണ് നമ്മൾ ഡോക്ടറാകാമെന്ന് പറയണ്ട, അറിയണ്ട. ഇനി ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് സീരീസാണ് നിങ്ങളെ നയിക്കുന്നത് ഈ ഒരു പ്രൊഫഷനിലേക്ക്. സീരീസ് കണ്ട് എനിക്ക് ഡോക്ടറായേ പറ്റൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഗുഡ് ലക്ക് കാണിച്ച് ഞാൻ കൈവീശിയതല്ല, വരല്ലേ വരല്ലേ എന്ന് വീണ്ടും ഒരു പാവപ്പെട്ട ഡോക്ടർ എന്ന നിലയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. നന്ദി.